ആക്റ്റീവ് ആക്നെ ഉള്ളപ്പം ഹൈഡ്രോഫേഷ്യൽ ചെയ്യാൻ പറ്റുമോ? ആക്റ്റീവായിട്ടുള്ള റെഡ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഹൈഡ്രോഫേഷ്യൽ അപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു പെയിൻഫുൾ കണ്ടീഷനാണ്. റെഡായ ഇൻഫ്ലെയിംഡ് ആയ സ്കിന്നിൽ സ്കിൻ ബാരിയർ ഡാമേജ് ഉണ്ടാവാം. ആക്നെ ട്രീറ്റ് ചെയ്യാൻ ഹൈഡ്രോഫേഷ്യലിൻ്റെ പാർട്ടായിട്ട് സിറംസ് ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ ഈ സിറംസ് ഇൻഫ്ലെയിംഡ് ആയ സ്കിന്നിൽ ഓൾറെഡി ഇറിറ്റേഷൻ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഇറിറ്റന്റ് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാം. ആക്റ്റീവായിട്ടുള്ള ആക്നെ ഉണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ക്രീംസ്, ടാബ്ലറ്റ്സ് ആവശ്യമെങ്കിൽ ടാബ്ലറ്റ്സ് കഴിക്കണം. റെഗുലർ ആയിട്ടുള്ള സാലിസിലിക് പീൽസ് ആക്നയുടെ സിവിയറിറ്റി കുറയാൻ ഹെൽപ്പ് ചെയ്യും. ആക്നയുടെ സിവിയറിറ്റി കുറഞ്ഞ് ഇൻഫ്ലമേഷൻ കുറഞ്ഞ് പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ കുറഞ്ഞതിന് ശേഷമാണ് ഹൈഡ്രോഫേഷ്യൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാവൂ. ഫേസിലുള്ള എക്സസീവ് ഓയിലിനെസ് സെബോറിയ കൺട്രോൾ ചെയ്യാനായിട്ട് ഹൈഡ്രോഫേഷ്യൽ ഹെൽപ്പ് ചെയ്യും. ആക്നെ വന്ന് ഉണങ്ങിപ്പോയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആക്റ്റീവ് മാർക്സ് കൺട്രോൾ ചെയ്യാനായിട്ടും പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും ഒരു പരിധിവരെ ഹൈഡ്രോഫേഷ്യൽ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ആക്റ്റീവ് ആക്നെ ഉള്ളപ്പോൾ ഹൈഡ്രോഫേഷ്യൽ ചെയ്യരുത്.